കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിലെ 18ാമത്തെ മെസ്സേജാണ് ഞാൻ വായിക്കുന്നത്. പ്രതിദിന അന്ധകാരം. 3 ദിവസത്തെ അന്ധകാരത്തെക്കുറിച്ചും ആ ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചും ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ഇതൊരു സ്വകാര്യ വെളിപാടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരിൽ ചുരുക്കം ചിലർക്ക് മാത്രം വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണിത്. ആ ദിവസങ്ങളിൽ ലോകം മുഴുവൻ ഇരുട്ടിലായിരിക്കും. ആ സമയത്ത് ദുഷ്ടാരൂപികൾ ഭൂമിയിലെങ്ങും കറങ്ങി നടക്കുകയും വലിയ നാശത്തിനും മനുഷ്യരുടെ സഹനത്തിനും കാരണമാവുകയും ചെയ്യും. എല്ലാവരും ഭവനങ്ങളിൽ തന്നെ ആയിക്കോട്ടെ. ഈ സമയത്ത് ഒരു വലിയ ശുദ്ധീകരണം സംഭവിക്കും. അപ്പോൾ ആത്മീയമായി തങ്ങളെ തന്നെ ഒരുക്കിയിട്ടുള്ളവർ സംരക്ഷിക്കപ്പെടും. അങ്ങനെ ഒരുങ്ങാത്തവർക്ക് കൊടിയ സഹനമുണ്ടാവും. ആ 3 ദിവസങ്ങളിൽ ഒന്നും തന്നെ ദൃശ്യമായിരിക്കില്ല. മഹാമാരിയെ വഹിച്ചുകൊണ്ടുവരുന്ന വായു അനേകരുടെ ജീവൻ അപഹരിക്കും. അതിൽ എൻ്റെ മതത്തിന്റെ ശത്രുക്കളും ഉൾപ്പെടും. ആശീർവദിച്ച മെഴുകുതിരികൾ അല്ലാതെ മനുഷ്യനിർമ്മിതമായ മറ്റൊരു വെളിച്ചവും ആ നാളുകളിൽ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. സർവ്വലോകത്തെയും ബാധിക്കുന്ന ഈ അന്ധകാരത്തിന്റെ 3 ദിവസങ്ങളിൽ കർത്താവ് ഉടനെ തന്നെ മാനസാന്തരപ്പെടുത്തുന്ന ചുരുക്കം ചിലരൊഴികെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ സഭയുടെ എല്ലാ ശത്രുക്കളും നശിക്കും. അന്തരീക്ഷത്തിലെങ്ങും ദുഷ്ടാരൂപികൾ വ്യാപിക്കും. അവ വൃത്തികെട്ട പല രൂപങ്ങളിലും പ്രത്യക്ഷപ്പെടും. എന്റെ കുഞ്ഞെ, ഇത് അറിഞ്ഞിരിക്കുക. മുൻകൂട്ടി അറിയിക്കാതെ ദൈവം ഒരിക്കലും മനുഷ്യരെയോ തന്റെ ഏതെങ്കിലും സൃഷ്ടികളെയോ ശിക്ഷിക്കുന്നില്ല. ക്രിസ്ത്യാനികൾക്കോ ദൈവത്തിന്റെ ജനത്തിനോ പ്രത്യാശ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയം വരുമ്പോൾ ഒരു മഹാ അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവം തന്നെ നിർബന്ധിക്കും. അതിനെയാണ് ചില പ്രവാചകർ ഭയാനകമായ സംഭവം എന്ന് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സംഭവങ്ങൾ എല്ലാവരെയും ഭയപ്പെടുത്തുമെങ്കിലും സത്യമായും വിശുദ്ധരായവർക്ക് ഇവ കൊണ്ട് യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. പിന്നെയോ ഇവയെല്ലാം ദൈവത്തിന്റെ ശിക്ഷയുടെ സമാപനം കുറിക്കുന്നുവെന്നറിഞ്ഞ് നാം ആശ്വാസം കൊള്ളണം. മുൻകാലങ്ങളിൽ നിന്റെ സഹോദരരോട് പറഞ്ഞിട്ടുള്ള ഇതേ കാര്യം നിന്നോടും ഞാൻ പറയുന്നത് വരാനിരിക്കുന്ന അന്ധകാരത്തിന്റെ ദിനങ്ങൾക്കായി നിങ്ങൾ ഒരുങ്ങുന്നതിന് വേണ്ടിയാണ്. ആ ദിവസങ്ങളിൽ ശൈത്യം അതികഠിനമായിരിക്കും. കാറ്റ് ആഞ്ഞു വീശും. ഇടിമിന്നലും അതിനെ തുടർന്നുണ്ടാകുന്ന ഇടിമുഴക്കവും കേൾക്കുമ്പോൾ എല്ലാ വാതിലുകളും ജനലുകളും അടയ്ക്കുക. വീടിന് പുറത്തുള്ള ഒരാളോട് പോലും സംസാരിക്കരുത്. ഭൂകമ്പം സംഭവിക്കുമ്പോൾ പുറത്തേക്ക് നോക്കരുത്. കാരണം ദൈവത്തിന്റെ ക്രോധം പരിശുദ്ധമാണ്. ഈ ഉപദേശം നിരസിക്കുന്നവർ ഉടനടി കൊല്ലപ്പെടും. കാറ്റ് അതിനൊപ്പം വിഷവാതകങ്ങൾ കൊണ്ടുവരികയും ഭൂമിയെ ആവരണം ചെയ്യുകയും ചെയ്യും. നിഷ്കളങ്കരായിരിക്കെ സഹിക്കുകയും മരിക്കുകയും ചെയ്യുന്നവർ രക്തസാക്ഷികളായിരിക്കും. അവർ എൻ്റെ രാജ്യത്തിൽ എന്നോടൊത്തായിരിക്കുകയും ചെയ്യും. ആ ദിവസങ്ങളിൽ അവർ വിജയിക്കും. 3 രാത്രികൾക്ക് ശേഷം ഭൂകമ്പവും അഗ്നിയും ശമിക്കും.